ഫറോക്ക് നഗരസഭയിലെ വെസ്റ്റ് നെല്ലൂരിലെ 2000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാകുകയാണ്. 54 വർഷമായി സൗജന്യമായി ലഭിച്ചിരുന്ന കുടിവെള്ള വിതരണം നിലച്ചതോടെയാണ് ജനജീവിതം ദുരിതത്തിലായത്. പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സ്ഥാനാർത്ഥികളോട് ഇവർക്ക് ചിലത് പറയാനുണ്ട്. 2015 ഫറൂഖ് നഗരസഭ രൂപം കൊള്ളുന്നത്. അതിനുശേഷം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച ഒരു നഗരസഭയാണ് ഫറൂഖ് നഗരസഭ. കഴിഞ്ഞ 5 വർഷമായി UDF ആണ് ഇവിടെ ഭരണം കൈയാളുന്നത്. ഫറൂഖ് നഗരസഭയിലെ വെസ്റ്റ് നെല്ലൂർ നിവാസികൾക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലത് പറയാനുണ്ട്. ഇവിടെ ജപ്പാൻ പൊട്ടി കഴിഞ്ഞാൽ കുറേ 2 ആഴ്ച 3 ആഴ്ച ഞങ്ങൾ വെള്ളം ഇല്ലാണ്ട് തന്നെ പിന്നെ ഞങ്ങൾ എടുത്ത് വെക്കുന്ന വെള്ളം ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ അതും പിന്നെ കുറച്ച് ദൂരെ പോയിട്ട് ഞങ്ങൾ വെള്ളം എടുത്തിട്ട് വരണം. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കിണറുകളിലൊക്കെ മഞ്ഞ വെള്ളമാണ്. അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കക്കൂസിൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത. പിന്നെ ഞങ്ങൾ കുറേ ദൂരെ പോയിട്ട് എടുത്തിട്ട് വരും. അല്ലാതെ നിവൃത്തിയില്ല, നമുക്ക് വെള്ളം ഇല്ലാണ്ട് വായു ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. ഞങ്ങളെ മക്കൾക്കും ഇപ്പോൾ ഞങ്ങൾ അതേ അവസ്ഥയിലേക്കാണ് ഞങ്ങളെ മക്കളെയും കൊണ്ട് ഈ ഗവൺമെൻറ് കൊണ്ട് എത്തിച്ചത്. വെള്ളം എന്തായാലും വേണം. ഞങ്ങൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവരില്ല അറിയാം വെള്ളത്തിന്. ഞങ്ങൾ ഒക്കത്ത് വെച്ച് കൊണ്ടുവരും. ഒക്കെ വയ്യ, ഇപ്പം വെള്ളം കൊണ്ടുപോകാനും വയ്യ, കാലൊക്കെ വേദന ആകുക, കുടിക്കാനും ഇല്ല വെള്ളം. ഈ പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ ജപ്പാനില്ല, 1 ആഴ്ച 2 ആഴ്ച ഇല്ലാതെക്കും. അത് പിന്നെ അടുത്ത ഇവിടെ കിണറിലോടത്ത് കൊണ്ടുപോയി വരികയായി കൊണ്ടുവന്നവരും. നല്ല വെള്ളം വരാത്തതുകൊണ്ട് ഇപ്പോൾ ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്ന എല്ലാവരും. ഒരു വർഷമായി ഇത് കുടിവെള്ളം നിർത്തിയിട്ട് ഈ മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്ന് കോടതി കയറി ഇറങ്ങി കോടതിയിൽ വിധിയായിട്ടുണ്ട്. 2,56,924 രൂപ വിധിയായിട്ടുണ്ട്. പക്ഷേ ഇത് നടത്തുന്നുമില്ല, ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിന് ദുരിതമാണ്. ഇവിടെ ഈ കിണറിൽ എന്ന് പറഞ്ഞാൽ ചെളിയും മഞ്ഞ കളറുമാണ് വെള്ളം. 54 വർഷമായി സൗജന്യമായി നൽകിയ ശുദ്ധജല വിതരണം നിലച്ചതോടെ 11 ഡിവിഷനുകളിലെ 10,000 കണക്കിന് ജനങ്ങളാണ് ബുദ്ധിമുട്ടിലായത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം രമ്യ ദാസ്, ജനം.